Hi, Oppo Enco M31, M32. ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. M32 അൺബോക്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഡിസൈനിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു M31 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് 2000 രൂപയ്ക്ക് ഉള്ളിലുള്ള ഈ ഓപ്പോയുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റുകളുടെ കമ്പാരിസൺ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കാരണം M31 ഇപ്പോൾ അവൈലബിൾ അല്ല. ഓപ്പോയിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, ആമസോണിലായിക്കോട്ടെ. ഇനി എന്തെങ്കിലും അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസൺ മനസ്സിലാക്കിയിട്ട് M31 ബെറ്റർ ആണെങ്കിൽ അതിലേക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ആകെ വാങ്ങിക്കാൻ പറ്റുന്ന ഈ ഒരു M32 മാത്രമാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഓപ്പോ എൻകോ M31 ബ്ലാക്ക്, ഗ്രീൻ, ഗോൾഡ് ഒരു സ്പെഷ്യൽ എഡിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 കളേഴ്സാണ്. ഏതായാലും 1999 രൂപയ്ക്കാണ് അവൈലബിൾ ആകുന്നത്. 1599, 1499 ഞാൻ ചില സമയങ്ങളിൽ ഓഫറിൽ കണ്ടിട്ടുണ്ട്. പൊതുവെ ഈ ഒരു അവസാനങ്ങളിലുള്ള പല ഓഫറുകളിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1999 രൂപ തന്നെയായിരുന്നു ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഓപ്പോ എൻകോ M32 വരുവാണെങ്കിൽ ബ്ലാക്ക്, ഗ്രീൻ എന്നിങ്ങനെ 2 കളേഴ്സിലാണ് വരുന്നത്. അതിലിപ്പോൾ ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1499 രൂപയായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിക്ക്. ഇപ്പോൾ അത് 1799 രൂപയാണ്. 9.2 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്പോ എൻകോ M31 ലഭ്യമാകുന്നു എങ്കിൽ 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ട് ഈ ഒരു ഓപ്പോ എൻകോ M32 ലഭ്യമാകുന്നു. രണ്ടിലും നമുക്ക് ഓട്ടോമാറ്റിക് പ്ലേ ആൻഡ് പോസ് ഓപ്ഷൻ ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ മാഗ്നറ്റിക് കൺട്രോൾ ഇതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. അപ് ടു 12 hours ആണ് ഓപ്പോ എൻകോ M31 ടോട്ടൽ പ്ലേ ടൈം. എന്നാൽ M32ലേക്ക് വരുമ്പോഴത്തേക്ക് 28 hours മാറുന്നു. 88 mAh മാത്രമാണ് ബാറ്ററി കപ്പാസിറ്റി M31. എന്നാൽ 220 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഓപ്പോ എൻകോ M32. 1 മണിക്കൂർ വേണം നമുക്ക് M31 ചാർജ് ആകാനായിട്ട്. എന്നാൽ വെറും 35 മിനിറ്റ് മാത്രം മതി നമ്മുടെ എൻകോ M32 ചാർജ് ആകാനായിട്ട്. ഞാൻ ഈ ഒരു റിവ്യൂവിൽ പറഞ്ഞത് M32ന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 35 മണിക്കൂറാണ്. സോറി, അതിന്റെ ഒരു ചെറിയൊരു പിഴവ് കാരണം പറഞ്ഞാണ്. വെറും 35 മിനിറ്റ് മാത്രം മതി നമുക്ക് 100% M32 ചാർജ് ആകാനായിട്ട്. പിന്നെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി രണ്ടിലും ഉണ്ട്. 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുവാണെങ്കിൽ M31 3 hours കിട്ടും. എന്നാൽ M32 നോക്കുവാണെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 20 മണിക്കൂർ കിട്ടും. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്നൊക്കെ പറഞ്ഞത് 10 മീറ്ററുമാണ്. M31 IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആയിരുന്നു എങ്കിൽ M32 വന്നപ്പോഴത്തേക്ക് അത് IP55 ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ സെറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു M31 എടുത്ത് പറയേണ്ട കുറച്ച് സവിശേഷതകളെ, ഇതിനകത്ത് LDAC ടെക്നോളജി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നോർമലി പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന ഈ ഒരു AAC കോഡക്കിലൊക്കെ ആണെങ്കിൽ 330 kbps മാക്സിമം. എന്നാൽ ഈ ഒരു LDAC ഉണ്ടെങ്കിൽ നമുക്ക് 990 kbps, അതായത് പെർഫെക്റ്റ് ഒരു മ്യൂസിക് ക്വാളിറ്റി ഈ ഒരു M31 ലഭ്യമാകുമായിരുന്നു. കൂടാതെ എന്താ പറയുക, ബേസ് മോഡും അല്ലെങ്കിൽ ബാലൻസ് മോഡും എന്നൊരു 2 മോഡ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആ ഒരു ബാലൻസ് മോഡിൽ ഇടാം. ഇനി നല്ല ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു MFBയിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ബേസ് മോഡിലേക്ക് മാറിയിട്ട് നല്ല ഗും ഗും എന്നുള്ളൊരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇനി നമ്മുടെ ഓപ്പോ എൻകോ M31 വരുവാണെങ്കിൽ അതിൽ HD AAC സപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. അതായത് ഒരു 128, 256 അതല്ല 320 kbps നമുക്ക് നല്ല CD ക്വാളിറ്റി അല്ലെങ്കിൽ MP3 ക്വാളിറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി ഒക്കെ കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫിസിക്കലി എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ കാണുന്ന ഒരു നെക്കിന്റെ ഭാഗം കുറച്ച് സോഫ്റ്റ് ആണ് നമ്മുടെ M31 M32നെക്കാളും. ഇനി കമ്പാർട്ട്മെന്റ്സിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ M32 കുറച്ച് വലിയൊരു കമ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ ഇവിടെ M32ലേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സൈസിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു 220 mAh ബാറ്ററി കപ്പാസിറ്റി ഇല്ലേ നമ്മുടെ M32, അതിന്റെ ഒരു റീസണിലാണ് ഈ ഒരു കമ്പാർട്ട്മെന്റ് ഇത്രയും വലിയ സൈസ് ഉണ്ടായത്. ഒരു മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് കോമ്പിനേഷനിലുള്ള ഒരു ബോഡിയാണ് നമുക്ക് ഓപ്പോ എൻകോ M31 കാണാൻ സാധിക്കുന്നുവെങ്കിൽ ടോട്ടലി ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കമ്പാർട്ട്മെന്റ്സ് ആണ് ഓപ്പോ എൻകോ M32. രണ്ടിന്റെയും ഡിസൈൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നത് ഓപ്പോ എൻകോ M31 ഡിസൈൻ തന്നെയാണ് കുറച്ചുകൂടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ M32 നോക്കുമ്പോഴേ അവിടെ ടൈപ്പ് സി പോർട്ടിന്റെ ആ ഒരു പോർട്ട് അടച്ചു വെച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അടയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. എന്നാൽ ഇവിടെ M31 ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ OS നോക്കുവാണെങ്കിൽ സെയിം ക്വാളിറ്റി ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും അവിടെയൊന്നും കാണുന്നില്ല. ഡ്രൈവേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇയർബഡുകളിലേക്ക് വരുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറൻസ് എന്താ പറയുക ഡിസൈനോട് കൂടിയിട്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും നമുക്ക് ലഭ്യമാകുക. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ
ഇപ്പോൾ ഓപ്പോ എൻകോ M31 ആണ് എൻ്റെ ചെവിയിലിരിക്കുന്നത്. എന്താ പറയുക, ഒരു പ്രശ്നവുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം എൻ്റെ ചേച്ചി ഇത് വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ അവൾ ഇത് യൂസ് ചെയ്യാറ് ആവശ്യം പോലെ കുറേ നേരം യൂസ് ചെയ്യാറുണ്ട്. വേറെ ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ M32ലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഇതും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തിരി ബൾക്കിയാണ് നമ്മുടെ M31നേക്കാളും M32 എന്ന് പറയുന്നത്. ഇവിടെയും ആ ഒരു കംഫർട്ടിൻ്റെ കാര്യം വലിയ പ്രശ്നമൊന്നുമില്ല, പെർഫെക്റ്റ് ആണ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ നേരം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസസ് വളരെ കുറവാണ്. എന്തായാലും ഫിസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറയണത് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ പോലും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു 1999 രൂപ വിലമതിക്കുന്ന നമ്മുടെ ഓപ്പോ എൻകോ M31ലാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നോർമൽ റേറ്റ് ഓപ്പോ എൻകോ M32ൽ 1799. ഒരു 200 രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടിയാണോ ഈ ഒരു ക്വാളിറ്റി ചെറിയതായിട്ടൊന്ന് കുറച്ചെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ബാക്ക് ടു ബാക്ക് ആക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പോ എൻകോ M31ൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റിന്റെ ഔട്ട്സൈഡ് മൈക്ക് ക്വാളിറ്റി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ ഒരു സംശയമില്ല, M31ന്റെ മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പോ എൻകോ M32ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ M32ന്റെ എന്താ പറയുക റിവ്യൂവിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻഡോറിലുള്ള ഔട്ട്പുട്ട്. ലോ ലേറ്റൻസി ടെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഔട്ട്ഡോർ നിങ്ങൾ കണ്ടില്ല. ഉടനെ തന്നെ അതും എന്തായാലും ഉണ്ടാവും. എന്തായാലും ഇൻഡോറിനകത്ത് M31 ആണോ M32 ആണോ ബെറ്റർ ആയിട്ടുള്ളത്, ഏതായാലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി എന്നൊക്കെ പറയണത്. അത് M31ലും അതുപോലെ തന്നെ M32ലും. ഇനി നമ്മുടെ മ്യൂസിക് ക്വാളിറ്റി ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ M31ലായിരുന്നെങ്കിൽ LDAC ടെക്നോളജി ആയിരുന്നു കോഡക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് M32ലേക്ക് വരുമ്പോഴത്തേക്ക് അത് AAC മാത്രമേ ഉള്ളൂ. LDAC ഉള്ളത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ ഒക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു M31ൽ ഔട്ട്പുട്ട് ലഭ്യമാകുമ്പോൾ AAC കുഴപ്പമില്ല, HDAC തന്നെയാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് ഉണ്ട്. എന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ M31ലായിരുന്നു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആണ്. അതായത് കുറച്ചുകൂടി ലൗഡ്നെസ് കൂടുതൽ M32ലാണ്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു മാർക്കറ്റ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലൗഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ M32 എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇതുപോലെ എൻഹാൻസ്ഡ് ആക്കിയിട്ട് M31നേക്കാളും കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് ഇറക്കിയത്. ഇതിനകത്ത് പക്ഷേ നമ്മുടെ ബാലൻസ് മോഡോ ബേസ് മോഡോ ഇല്ല. എന്നാലും നമുക്ക് ഇതിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് നല്ല സൗണ്ടൊക്കെ ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ബേസ് ഈ ഒരു ബേസ് മോഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ നോർമലി കേൾക്കുമ്പോൾ നല്ല ബേസ് ഡോമിനേറ്റഡ് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ M31ലേക്ക് വരുമ്പോഴത്തേക്ക് അത് ബേസ് മോഡ് ഓൺ ആക്കിയാൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആകുന്നുള്ളൂ. അതർവൈസ് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി ഇനി എന്ത് പെർഫെക്റ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ M32 നിങ്ങൾ വാങ്ങിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആകേണ്ടി വരും. കാരണം M31 ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ ഇതിനകത്ത് LDAC ടെക്നോളജി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ M32 എന്ന് പറയുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ബേസ് മോഡും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാലൻസ് മോഡും ഇല്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. പെർഫെക്റ്റ് ഓൺ തന്നെയാണ് നമ്മുടെ M32 എന്ന് പറയുന്നത്. ഇനി വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ലേറ്റൻസി നോക്കുവാണെങ്കിൽ ഇതിലെല്ലാം നമുക്ക് ആ ഒരു ഡീസൻറ്റ് ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ M31 ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ M32ലും കിട്ടുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഓപ്പോയിൽ പിന്നെ അങ്ങനെ വലിയ എന്താ പറയുക ഒരു ബീസ് മോഡ് അല്ലെങ്കിൽ മറ്റേ ലോ ലേറ്റൻസി മോഡ് ഗെയിം മോഡ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നെക്ക് ബാൻഡുകളിൽ വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് പ്രോ പ്ലേയേഴ്സിനൊക്കെ ചിലപ്പോൾ ഇത് കളിക്കുമ്പോഴത്തേക്ക് ചെറിയ ഡിലേ ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ചില സമയങ്ങളിൽ. ബ്ലൂടൂത്ത് പ്രോഡക്റ്റുകൾ ഇനി ഏത് വാങ്ങിച്ചാലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഓപ്പോ എൻകോ M31ഉം M32ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.